ഹലോ ഗൈസ്, യുഎയിലെ പ്രവാസികൾക്ക് വേണ്ടി പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എല്ലാ പ്രവാസികളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും പാസ്പോർട്ട് പുതുക്കുന്നത്, അതുപോലെ തന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, പുതിയ പാസ്പോർട്ടിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന വിഷയം, അതുപോലെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ട് നമ്മളെ സ്പോൺസർ അല്ലെങ്കിൽ കടക്കാരൻ, ഓണർ, കമ്പനിക്ക് പിടിച്ചു വെക്കാനുള്ള അധികാരമുണ്ടോ? ഇൻ കേസ് പാസ്പോർട്ട് നമുക്ക് തരുന്നില്ലെങ്കിൽ, അതൊരു പക്ഷേ ഓണർ അയക്കാം, അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇൻട്രസ്റ്റിനൊക്കെ പൈസ മേടിക്കാൻ വേണ്ടി ഇവിടെ ആൾക്കാർ പാസ്പോർട്ട് വെക്കാറുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊക്കെ ജീവിതങ്ങളാണല്ലോ, നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത്തരം കേസിൽ ആരെങ്കിലും നിങ്ങൾ പാസ്പോർട്ട് അന്യായമായി പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത് ലീഗലി എങ്ങനെ വാങ്ങാം തുടങ്ങിയ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പാസ്പോർട്ട് പുതുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പാസ്പോർട്ട് പുതുക്കാനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അതൊന്നുകിൽ അടുത്തുള്ള ടൈപ്പിംഗ് സെൻറ്റർ പോയി ചെയ്യാം, അതല്ലെങ്കിൽ സ്വന്തമായി അറിയുന്നവർക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പാസ്പോർട്ട് അപ്പോയിൻറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് എന്നാണോ ഡേറ്റ് കിട്ടുന്നത് ആ ദിവസം നേരത്തെ അവിടെ എത്തണം. മാത്രമല്ല കറക്റ്റ് സമയത്ത് എത്തണം. 5 മിനിറ്റ് വൈകിയാൽ 10 മിനിറ്റ് വൈകിയാലൊക്കെ ഒരു പക്ഷേ അവർ ആ അപ്പോയിൻമെൻറ്റ് കിട്ടണില്ല, അല്ലെങ്കിൽ അടുത്ത അപ്പോയിൻമെൻറ്റിന് വരാൻ വേണ്ടി പറയും, കുറച്ച് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് UAE പ്രവാസികൾ നേരിടുന്ന ഒരു പ്രശ്നം, ഞാനിവിടെ റാസൽ ഖൈമയിൽ നമ്മളെ വിദേശകാര്യ സഹമന്ത്രി, അതുപോലെ കോൺസുലാർ ജനറലൊക്കെ വന്ന സമയത്ത് നേരിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നു, ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് സാറ്, അതൊന്ന് സോൾവ് ചെയ്യണം. അപ്പോൾ അവരതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ആ ഒരു വിനീതമായ എൻ്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അവരാ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സിസ്റ്റത്തിൽ അത് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ഫിക്സ് ആയിട്ടുണ്ട്, മാഷാ അല്ലാ. ഞാൻ പറയുന്നത്, എന്നാലും നിങ്ങൾ സമയത്ത് തന്നെ അപ്പോയിൻമെൻറ്റിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കുക എന്ന കാര്യം പ്രത്യേകം നമ്മൾ അറിഞ്ഞിരിക്കാം. രണ്ടാമത്തെ വിഷയം, നമ്മുടെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് നാട്ടിൽ പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുത്തപ്പോഴാണ് ഓർക്കുന്നത് നമ്മളെ പാസ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ടല്ലോ എന്ന്. പ്രത്യേകം മനസ്സിലാക്കുക, എക്സ്പയർ ആയ പാസ്പോർട്ട് വെച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. പ്രഥമ ദൃഷ്ടിയ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും സ്വന്തം നാട്ടിലല്ലേ പോകുന്നതിന് എന്തിനാ പാസ്പോർട്ട്, അങ്ങനെയല്ല. UAE റൂൾ അല്ല, ഇന്ത്യൻ പാസ്പോർട്ട് നിയമപ്രകാരം ഇവിടെ എക്സിറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ പാസ്പോർട്ടിൽ ഡേറ്റ് വേണം. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ പാസ്പോർട്ട് നിയമത്തെക്കാൾ ഇവിടുത്തെ UAE റൂളായിരിക്കും. എനിവേ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പാസ്പോർട്ട് ഡേറ്റ് ഇല്ലെങ്കിൽ അവർ പോകാൻ സമ്മതിക്കില്ല. സോ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ പെട്ടെന്ന് പുതുക്കാനുള്ള പാസ്പോർട്ട്, ഈ ഇൻസ്റ്റൻ്റായി പുതുക്കാനുള്ള ഓപ്ഷൻ ദുബായിലെ നമ്മുടെ ബാങ്ക് സ്ട്രീറ്റ് ഉണ്ടല്ലോ, അൽ ഖാലിദിയ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ പരിസരത്തുള്ള IRDCB ബാങ്കൊക്കെ ഉള്ള അതിൻ്റെ പരിസരത്തൊരു BLS സർവീസ് സെൻറ്റർ ഉണ്ട്, പ്രീമിയം സെൻറ്റർ. അവിടെ ചെന്നാൽ പാസ്പോർട്ട് അർജൻറ്റായി പുതുക്കി തരും. 900 ദിർഹംസ് സംതിങ് തോന്നുന്നുണ്ട്. ഇനി അത്ര പൈസ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഞാൻ വേറെ ഓപ്ഷൻ പറഞ്ഞുതരാം, ഒരു ബോണസ് ടിപ്പ്. അധികാരം പറയാത്തതാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം പറയുന്ന ഒരു ചിന്ന ടിപ്പ്. സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫ്രീ ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട്. കാരണം നമ്മളൊരു ചിന്ത എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കൂടെ കൂടും. അങ്ങനെ പറയാതെ ചെയ്യുന്ന ഫോളോവേഴ്സിനാണ് നമുക്ക് ആവശ്യം. മാഷാ അല്ലാ. ഏതായാലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. എനിവേ, പ്രീമിയം സർവീസ് സെൻറ്റർ പോയിട്ട് പാസ്പോർട്ട് പുതുക്കാനുള്ള ക്യാഷ് ഇല്ലെങ്കിൽ 900 ദിർഹംസ് ആണ്, അറിയാലോ, 800 സംതിങ്. നിങ്ങൾക്ക് ഒരു ഈസി ടിപ്പ്, ഒരു ട്രിക്ക് വെച്ചെങ്കിൽ ടെമ്പററി പാസ്പോർട്ട് കിട്ടും, 150 ദിർഹംസിൻ്റെ വൈറ്റ് പാസ്പോർട്ട്. അതുണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നാട്ടിൽ പോകാൻ പറ്റും. എന്നിട്ട് നാട്ടിൽ പോയിട്ട് പാസ്പോർട്ട് പുതുക്കാം. അപ്പോൾ എന്താണ്, പാസ്പോർട്ട് പുതുക്കാനുള്ള പൈസ നാട്ടിൽ പൈസ കുറവാണ്, ആകെ അത്ര 2000 സംതിങ് അല്ലേ ഉള്ളൂ, ഇത്രയും കറക്റ്റ് അറിയില്ല. ഏതായാലും ഇവിടുത്തെ 450 നോർമൽ ചാർജ്, 350 400 എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഏകദേശം 8000 9000 അടുത്തായി. നാട്ടിൽ അതിന് 4-1 പൈസ ഇല്ലാത്ത ആളുകൾക്ക്, കുറഞ്ഞ സാലറിക്കാർക്ക് നാട്ടിൽ നിന്ന് പുതുക്കുന്നതാണ് നല്ലത് എന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ പ്രീമിയം ദുബായിൽ പോയിട്ട് അതിനും അപ്പോയിൻമെൻറ്റ് എടുക്കണം. അത് പെട്ടെന്ന് കിട്ടും, വളരെ പെട്ടെന്ന് ആ പാസ്പോർട്ട് കിട്ടും. ആ പാസ്പോർട്ട് അർജൻറ്റായിട്ടുള്ള സർവീസ് ചെയ്യാൻ പൈസ ഇല്ലാത്തവർക്ക് വൈറ്റ് പാസ്പോർട്ട് എടുത്തിട്ട് അങ്ങനെ നാട്ടിൽ പോകാൻ പറ്റും കേട്ടോ. വിസിറ്റിൽ വന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സൗകര്യം ഉപകാരപ്പെടും. ഓക്കെ, അടുത്തതായി, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? യെസ്, പാസ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിൻ്റെ പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
അത് ദുബായ് എമിറേറ്റുള്ള ആളുകൾക്ക് ദുബായ് പോലീസ് ആപ്പ് വഴി ചെയ്യാൻ പറ്റും. അതിനും ടൈപ്പിംഗ് സെൻറ്ററിൽ ചെന്ന ആൾക്കാർ ചെയ്തുതരും. ബാക്കി എമിറേറ്റുള്ള ആൾക്കാർക്ക് MOI വെബ്സൈറ്റ് വഴി ചെയ്യാൻ പറ്റും. അതിന് പോലീസ് സ്റ്റേഷനിൽ പോകണം. റിപ്പോർട്ട് റാസൽ ഖൈമയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് 35 ദിർഹംസ് കൊടുത്താൽ അവർ ആ പേപ്പർ അവിടെ നിന്ന് തരും. ദുബായിലാണെങ്കിൽ ടൈപ്പിംഗ് സെൻറ്ററിൽ 105 ദിർഹംസ് മേടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. 100ൻ്റെ അറൗണ്ട്. ഓക്കെ, ഡൺ. ആ പേപ്പർ അറബിയിലാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ലീഗൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുക. പാസ്പോർട്ട് ലോസ്റ്റ് എന്നുള്ള അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് അതിൽ ഓപ്ഷൻ ഉണ്ട്, ലോസ്റ്റ് പാസ്പോർട്ട് എന്ന്. ആ പാസ്പോർട്ടിൻ്റെ സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ആ ദിവസം പോവുക. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട് കോപ്പി, അതുപോലെ പാസ്പോർട്ട് ലോസ്റ്റ് സർട്ടിഫിക്കറ്റ് പോലീസ് ഇഷ്യൂ ചെയ്ത പേപ്പർ, അതിൻ്റെ ലീഗൽ ട്രാൻസ്ലേഷൻ പേപ്പർ, പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെല്ലുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നടപടികൾ അവർ ചെയ്തുതരും. ലോസ്റ്റ് പാസ്പോർട്ടിനും ഫീസ് കൂടുതലാണ്. നോർമൽ പാസ്പോർട്ടിനെക്കാളും കുറച്ചും കൂടി ഫീസ്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ ഉള്ള പാസ്പോർട്ടിനുണ്ട്. ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചാൽ അതൊന്നും ഇവിടെ നമ്മൾ പറയുന്നതിൽ അർത്ഥമല്ല. ഓക്കെ, അപ്പോൾ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. യെസ്. അടുത്ത മൂന്നാമത്തെ പ്രശ്നം, നമ്മുടെ പാസ്പോർട്ട് വാങ്ങി വെക്കാൻ കമ്പനികൾക്ക് അധികാരമുണ്ടോ എന്നാണ് പൊതുവെ UAE പ്രവാസികൾ ചോദിക്കുന്നൊരു ചോദ്യം. UAE നിയമപ്രകാരം പാസ്പോർട്ട് എന്നതൊരു വ്യക്തികളുടെ പ്രോപ്പർട്ടിയാണ്, വ്യക്തികളാണ് സൂക്ഷിക്കേണ്ടത് എന്നാണ് റൂള്. ഓക്കെ, ആ റൂള് പറയുന്നതോടുകൂടി ഫുള്ളായിട്ടില്ല. ഒരു കാര്യം കൂടി നിങ്ങൾ കേൾക്കണം. പക്ഷേ കമ്പനികൾക്കൊരു ആഭ്യന്തര പോളിസി ഉണ്ടാവും. എന്താണ്? അവരുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അവരുടെ വണ്ടി ഉപയോഗിക്കുന്ന ഡ്രൈവർമാർ, അതുപോലെ അക്കൗണ്ട്സ്, ഫണ്ട് മാനേജ് ചെയ്യുന്ന അക്കൗണ്ട്സിലെ സ്റ്റാഫുകൾ, ഇവരെ പാസ്പോർട്ടൊക്കെ അവർ മേടിച്ച് വെക്കും. പിന്നെ ചെറുകിട സ്ഥാപനങ്ങൾ, കഫ്റ്റീരിയ, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ്, ഇവരൊക്കെ എല്ലാവരും ഈ വ്യക്തികളെ പാസ്പോർട്ട് എല്ലാവരും വാങ്ങിക്കും. അപ്പോൾ അത് ലീഗലി അല്ലല്ലോ, നിയമത്തിനെതിരല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വലിയ കമ്പനികളൊക്കെ ഇങ്ങനെ പാസ്പോർട്ട് മേടിച്ച് വെക്കുമ്പോൾ ഒരു പേപ്പർ കൂടി ഈ തൊഴിലാളിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കും. ഈ പാസ്പോർട്ട് കമ്പനി സൂക്ഷിക്കുന്നതിന് തൊഴിലാളിക്ക് ബുദ്ധിമുട്ടില്ല, എന്താ പറയുക, കുഴപ്പമില്ല. ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ മുമ്പ് ഞാൻ വീഡിയോയിൽ ഇട്ടപ്പോൾ ഫേസ്ബുക്കിലൊരു സുഹൃത്ത് ചെയ്ത കമൻറ്റാണ്, ഇത് നിയമത്തിനെതിരായ കാര്യമല്ലേ നിങ്ങൾ പറയുന്നത്, ലേബർ നിയമപ്രകാരം ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ തൊഴിലാളികളെ പാസ്പോർട്ട് മുതലാളിമാർ സൂക്ഷിച്ച് വെക്കുക, നിങ്ങൾ എന്ത് വർത്താനം പറയുന്നതെന്ന് ചോദിച്ചു. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ലേബർ നിയമങ്ങൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ പാലിക്കുന്നതോടൊപ്പം കമ്പനികളെ സംബന്ധിച്ച് രണ്ട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ചെറുകിട സ്ഥാപനങ്ങളുടെ മുതലാളിമാരെ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ, ഒരാൾക്ക് വേണ്ടി 7000 ദിർഹംസ് ചിലവാക്കിയിട്ട് വിസ എടുത്തു. പ്രാക്ടിക്കൽ ചിന്തിക്കുകയാണെങ്കിലുള്ള പ്രോബ്ലം പറഞ്ഞിട്ടോ, 7000 ചിലവാക്കി വിസ എടുത്തു. അങ്ങനെ അയാൾ, മലയാളികൾ നമുക്കറിയാം, ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര പണിയെടുക്കാൻ മടിയുള്ള ആൾക്കാർ, വിയർപ്പിൻ്റെ അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരിവിടെ കഫ്റ്റീരിയ, ഗ്രോസറിലൊക്കെ വന്നിട്ട് 2 ദിവസം പണിയെടുത്തിട്ട് അവിടെ ചൂടാണ്, ഇതാണ് എന്തെങ്കിലും ചൊറാക്കിയാണ്ട് അവിടുന്ന് പോവുകയാണെങ്കിൽ, നാട്ടിലൊക്കെ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിൽ ഇവരെ ചിലവാക്കി 7000 വെള്ളത്തിലാവും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യേണ്ടത്, കമ്പനികൾ അങ്ങനെ വാങ്ങി വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കഫ്റ്റീരിയക്കാരോടൊക്കെ പറയുന്നത്, ഒരു പേപ്പർ മേടിച്ച് വെച്ചാൽ മതി, അവിടെ നിന്ന് ഒരു ഒപ്പിട്ട് മേടിച്ചാൽ നിങ്ങൾ സേഫാണ്. അതായത് ഒരു ലേബറിനെ സംബന്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം, അതിന് വേണ്ട കാര്യങ്ങൾ അവർ സഹകരിക്കും. ഏതുപോലെ വിസ എക്സ്പെൻസ് കമ്പനിയാണ് എടുക്കേണ്ടതെന്നാണ് നിയമം. പക്ഷേ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കോൺട്രാക്റ്റിൽ 6000 ദിർഹംസ് ട്രെയിനിങ് ഫീസ് വേണം, 1 വർഷത്തിന് മുന്നേ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എന്ന സെൻറ്റൻസ് വെക്കാൻ ലേബർ സമ്മതിക്കുന്നതും ഈ ഒരു വിഷയം കൊണ്ടാണ്. ലേബറിനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നു മക്കളെ, നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ, അതേപോലെ ഇങ്ങനത്തെ ഈഗോ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ UAEക്ക് തന്നെ വരണ്ടെന്ന് എൻ്റെ അഭിപ്രായം. നാട്ടിൽ ജോലി ചെയ്താൽ മതി. ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ രീതികളുമായിട്ട് നമുക്ക് സഹകരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഈഗോ, അതുപോലെ ജാട, ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർ ഗൾഫിലേക്ക് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങളെ കാരണം. എത്ര ആളുകൾ പ്രവാസ ലോകത്തേക്ക് വരരുതെന്ന് ഞാൻ പറയും. അതുപോലെ തൊഴിലാളികൾ ചൂഷണം ചെയ്യുന്ന മുതലാളിമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് പ്രതികാരം ചോദിക്കാതെ കാലം കടന്നു പോയില്ല എന്ന കാര്യം മുതലാളിമാർ മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ. എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ ചെയ്താൽ മതി. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മുടെ പാസ്പോർട്ട് ആരെങ്കിലും അന്യായമായി പിടിച്ചു വെച്ചാൽ, അന്യായമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും ഈ ഇൻട്രസ്റ്റിനൊക്കെ പൈസ കൊടുത്ത് കണ്ടാൽ പോയി കുടുങ്ങുന്ന ആൾക്കാരുണ്ട്. അതല്ലെങ്കിൽ ഈ ചില വേറെ നാട്ടുകാരൊക്കെ ഉണ്ടല്ലോ, പേര് പറയണ്ട, ആ നാട്ടുകാരെ അടുത്ത് നമ്മൾ വിസക്ക് ചെന്നാൽ അവർ ഓരോന്ന് പറഞ്ഞു കണ്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ലീവിന് പോകണമെങ്കിൽ, നാട്ടിൽ പോകണമെങ്കിൽ, ക്യാൻസൽ ചെയ്യണമെങ്കിൽ വിസ പൈസ വേണം. അതായത് ഒരു 1.5 കൊല്ലം ജോലി ചെയ്ത ഒരാൾ, പിന്നെ ഒരു വേറെ നാട്ടുകാരൻ, നമ്മളെ അയൽവാസി നാട്ടുകാരൻ പറയണത്ര 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ക്യാൻസൽ ആയി പോകുമ്പോഴും ആൾ വിസൻ്റെ ഫുൾ എക്സ്പെൻസ് വേണം, അല്ലെങ്കിൽ പാസ്പോർട്ട് വരില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ ടൈപ്പിംഗ് സെൻറ്റർ വന്നിരുന്നു. അപ്പോൾ അതൊരു ന്യായമില്ലല്ലോ, ഫുൾ വിസ ചിലവ് കൊടുക്കില്ലേ. ഓക്കെ, ഇനി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് പക്ഷേ ഫുൾ എക്സ്പെൻസ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്തരം കേസിലൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്
നേരെ ടൈപ്പിംഗ് സെൻറ്ററിൽ പോവുക. ഏത് ടൈപ്പിംഗ് സെൻറ്റർ? കോർട്ടിൻ്റെ മുന്നിലുള്ള ടൈപ്പിംഗ് സെൻറ്റർ പോവുക. റാസൽ ഖൈമിലാണെങ്കിൽ നമുക്കറിയാം മ്യൂസിക് സോൺ എന്നുള്ള ബിൽഡിങ്ങിലുള്ള ടൈപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ഇതിന് വേണ്ടിയിട്ട് ടൈപ്പിംഗ് ഉണ്ട്. 30 ദിർഹംസ് കൊടുത്താൽ ഒരു പാസ്പോർട്ട് റിലീസ് എന്നൊരു ഒരു അപേക്ഷ തരും. അതായിട്ട് കോർട്ടിൻ്റെ ഉള്ളിൽ ചെന്നാൽ കോർട്ടിൽ നിന്നൊരു പേപ്പർ നമുക്ക് തരും. ആ പേപ്പറായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലീസുകാർ നിങ്ങളെ മുതലാളിയുടെ അടുത്ത് പാസ്പോർട്ട് ലീഗലി മേടിച്ചു തരും. ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി അവരൊന്നും ചെയ്യില്ല. അവർ കോർട്ടിൽ പോകാൻ വരും. കോർട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ ആ പേപ്പറായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നിങ്ങളെ മുതലാളി ഏത് ജഹന്നമിലാണെങ്കിലും ആ പാസ്പോർട്ട് മേടിച്ചു തരും. അത് ലീഗലി ഞാൻ ഈ പറഞ്ഞ പോലെ ഇല്ലീഗലി വാങ്ങിച്ചാണെങ്കിൽ മാത്രം. ഓക്കെ, ഞാൻ പറയുന്ന ഒരു കമ്പനി ജോലിക്ക് കയറിയിട്ട് അതിൻ്റെ മുതലാളിയെ ഓരോന്ന് ഇടങ്ങാറാക്കി തൊരം കെടുത്ത് പിന്നെ അവിടുന്ന് ക്യാൻസലാക്കി പോകുന്ന ആളുകളിലെ മുതലാളിക്ക് ലക്ഷങ്ങൾ നഷ്ടം വരുത്തി അല്ലെങ്കിൽ ആ ആയിരക്കണക്കിന് രൂപ നഷ്ടം വരുത്തി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്നു, ലൈഫിൽ രക്ഷപ്പെടാൻ പാടാണ്. മനുഷ്യന്മാരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല. സാലറിയും കാര്യങ്ങളും തരണില്ലെങ്കിൽ വേറെ വിഷയമാണ്. സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 200 റുപ്യ അപ്പുറത്ത് ഏറെ ഓഫർ ചെയ്തപ്പോഴേക്കും മതിൽ ചാടുന്ന ആളുകളൊക്കെ സൂക്ഷിക്കുക, രക്ഷപ്പെടാൻ പാടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, അനുഭവം. ഞാനീ പറഞ്ഞ നിയമമല്ല, പക്ഷെ അതൊരു കർമ്മ ബേസ് സംഭവമാണ്. ഇൻഷാ അല്ലാഹ് ഈ വിസ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അവിടെ കമൻറ്റ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങളാവാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പോയിന്റ് ഞാൻ പറയണമെങ്കിൽ അത് എൻ്റെ മാത്രം ശരികളാണ്. നിങ്ങൾക്കത് തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് മുന്നേ ഞാൻ പറഞ്ഞൊക്കെ UAE റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. എനിക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. അല്ലാഹു യുബാരിക് ഫീന വഫീക്കും. അസ്സലാമു അലൈക്കും.